ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രാനി സ്ക്വയർ ആയിട്ടാണ്. ഗ്രാനി സ്ക്വയർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ സ്റ്റിച്ചസ് ആണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ടൈലൻ്റ് ഒന്ന് വലിച്ചാൽ ഈ സ്ലിപ്പ് നോട്ട് ചെറുതാവും. നമുക്ക് ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. യാൺ ചെയ്യുക. ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. ഈ ഒരു സർക്കിളിലാണ് ഇനി നമ്മൾ ഉള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ 3 ചെയ്യുക. യാൺ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാൺ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ചെയ്യുക, 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ ഈ സർക്കിളിൽ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഈ ഡബിൾ ക്രോഷ്യയുടെ ഒക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് കണ്ട് പഠിച്ചതിന് ശേഷം ഈ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ചെയിനും 2 ഡബിൾ ക്രോഷ്യയും ചെയ്തു. 3 ചെയിനും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക് യാൺ ചെയ്തിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സർക്കിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഒന്നുകൂടി ചെയ്തേക്കുക. 3 അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3DC 2 ചെയിൻ 3DC. ഇനി അതുപോലെ തന്നെ 2 എണ്ണം കൂടി ചെയ്തെടുക്കുക. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സെറ്റ് ഡബിൾ ക്രോഷ്യ കിട്ടി. ഇവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. വീണ്ടും ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. അപ്പോൾ നമുക്ക് 4 സെറ്റ് ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഇനി ചെയിൻ 2 ചെയ്യാം. ഫസ്റ്റ് 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് 3 ചെയിൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. 1 2 3 4 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അതിൻ്റെ 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഒരു സെറ്റിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തത്. അങ്ങനെ 4 സെറ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അതിൻ്റെ ഒക്കെ ഇടയിൽ 2 ചെയിൻ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് 3 ചെയിൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴെ ചെയ്ത ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. അത് നമ്മൾ ബോദർ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇനി അത് 2 ലൂപ്പിൻ്റെ കൂടെ യാൺ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെയിന്, 2 ചെയിന്, 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാൻ യാൺ ചെയ്തിട്ട് ഈ ഒരു സ്പേസ് ഇതാ
ഈ ഒരു സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസ്, ഈ 3 ചെയിനിൻ്റെ എത്തുന്നതിൻ്റെ മുന്നുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ ബാക്കിൽ, ഈ ഒരു സ്പേസിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യാം. ഇത് നമ്മൾ അടുത്ത സ്പേസാണ്. ഈ അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് മുന്നായിട്ട് നമുക്ക് ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് ഇതിൽ 4 കോർണറാണ് ഉണ്ടാവുക. ഈ 4 കോർണറിലും നമുക്ക് ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ 4 സ്പേസാണ് ഉണ്ടാവുക. അങ്ങനെ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 4 സ്പേസ് കിട്ടും. അപ്പോൾ ഈ 4 സ്പേസിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ പിന്നുണ്ടെങ്കിൽ ആ പിന്നോ അല്ലെങ്കിൽ വേറെ കളർ യാണോ എന്തെങ്കിലും ഒന്നിങ്ങനെ ഒരു മാർക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഓരോ കോർണർ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് 4 കോർണറിലും 4 സ്പേസാണ് ഉണ്ടാവുക. ആ 4 സ്പേസിൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 4 സ്പേസാണ് ഉണ്ടാവുക. ആ 4 സ്പേസിലും നമുക്കിതുപോലെ 4 സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പം പിന്നെ ഈ സ്റ്റിച്ച് മാർക്കറാണ് നമ്മൾ 4 കോണായിട്ട് നമ്മൾ കണക്കാക്കുക. ഇനി നമുക്ക് ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം യാണിനെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് തന്നെ, ഈ ഒരു ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. 1 2 സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ 4 സ്റ്റിച്ച് മാർക്കർ വെച്ച ഫസ്റ്റത്തെ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്പേസിലാണ് ഞാൻ ഈ ഒരു 3 DC ചെയ്യുന്നത്. 3 ചെയിൻ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. ബാലൻസ് 2 DC കൂടി ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 3 DC കിട്ടി. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ അടുത്ത സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ആ ഒരു സ്പേസിലേക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ സ്പേസിൽ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ സ്പേസിൽ 3 DC ചെയ്യാം. 1 2 3 3 DC ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്യാം. പിന്നെയും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ 3 DC ചെയ്ത സ്പേസ്, ആ സ്പേസിൽ തന്നെ നമ്മൾ ഒരു 3 DC കൂടി ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 3 DC കൂടി ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ ചെയ്തിട്ടുള്ളത് 3 DC 2 ചെയിൻ 3 DC. അങ്ങനെ ഈ ഒരു കോർണറിൽ നമ്മൾ 6 DC ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് 2 ചെയിൻ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കോർണർ ഉണ്ടല്ലോ, 3 DC കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു സ്പേസ് കിട്ടും. ആ സ്പേസിൽ വീണ്ടും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ സെക്കൻഡ് റൗണ്ടത്തെ കോർണറാണ് ഇത്. ഇനി ഞാൻ ഇവിടെ 3 DC കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ 1 ചെയ്യാണ്. ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച കോർണർ ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ ചെയ്തതുപോലെ തന്നെ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. ആദ്യം നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. 2 3 3 DC ചെയ്തു. ചെയിൻ 2 ചെയ്യാം. വീണ്ടും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കാം. 1 2 3 4 കോർണറാണ് നമുക്കുള്ളത്. 4 കോർണറിലും നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 3 DC കഴിഞ്ഞിട്ട് 2 ചെയിൻ ചെയ്ത ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസിലേക്ക് നമ്മളുടെ
സെക്കൻഡ് കോർണറിൻ്റെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഇനി അടുത്ത ഈ സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 3DC 2 ചെയിൻ 3DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. 3DC ചെയ്യുക. 1 2 3 3DC ചെയ്തു. ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 കോർണറിൽ ചെയിൻ 2 ആണ് ചെയ്യുന്നത്. yarn over ചെയ്യുക. വീണ്ടും ഈ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോർണറിലും നമുക്ക് 3DC 2 ചെയിൻ 3DC എന്നുള്ള ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് 3DC കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ ഒരു 3DC ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയത്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ ഒരു 3DC കൂടി ചെയ്താൽ നമ്മൾ ഈ കോർണർ കിട്ടും. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC ചെയ്യാം. 1 2 3 3DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 4th കോർണർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ കോർണറിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ 4 കോർണറാണ് ഇവിടെ ഇങ്ങനെ ഉള്ളത്. ഈ 4 കോർണറിലും നമ്മൾ ഓരോ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് റൗണ്ട് എത്തിയപ്പോൾ നമ്മൾ ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു രൂപമാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ സ്പേസ് ഇതിൽ 2 ലൂപ്പ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, yarn over ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഈ കോർണർ എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ കോർണർ തേർഡ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 4 കോർണറിലും 3 DC 2 ചെയിൻ 3DC 2 1 ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് 3DC ചെയിൻ 1 ചെയ്ത ശേഷം ഈ കോർണർ ഇവിടെ ആണല്ലോ, സ്റ്റിച്ച് മാർക്കർ ഉള്ള ഭാഗത്താണല്ലോ കോർണർ ഉള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലും നമുക്ക് 3DC ചെയ്ത് കൊടുക്കാം. 3DC കൂടി ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 3DC 1 2 3 3DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു കോർണറിലുള്ള സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കോർണറിലെ ഈ സ്പേസിലുണ്ടല്ലോ, ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 3DC 2 ചെയിൻ 3DC ചെയ്യുക. എല്ലാ കോർണറിലും നമുക്ക് 3DC 2 ചെയിൻ 3DC എന്നുള്ള പാറ്റേൺ ആണ് ഉണ്ടാവുക. 1 2 3 3DC ചെയ്തു. 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3 ഈ കോർണറിൽ നമ്മൾ 3DC 2 ചെയിൻ 3DC ചെയ്തു. ഈ 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമ്മൾ സ്റ്റിച്ച് മാർക്ക് വെച്ച് കൊടുക്കുകയാണ്. അടുത്ത കോർണർ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 3DC 2 ചെയിൻ 3DC ചെയ്തു. ഒരു ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഈ കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലും നമുക്ക് 3DC ചെയ്ത് കൊടുക്കാം. 1 2 3 3DC ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അപ്പോൾ കോർണറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 3DC 2 ചെയിൻ 3DC സെയിമിൽ തന്നെ ചെയ്യും.
അപ്പോൾ നമുക്ക് 3 DC ചെയ്യാം. 1 2 1 2 3 3 DC ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്യുക. അപ്പോൾ കോർണറിൽ നമുക്ക് ഒരു സ്പേസിൽ തന്നെ 3 DC 2 ചെയിൻ 3 DC കിട്ടണം. ആ ഒരു ഭാഗമാണ് നമ്മൾ കോർണർ എന്ന് പറയുന്നത്. 3 DC 2 ചെയിൻ 3 DC. വീണ്ടും നമ്മൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ഭാഗം സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിൽ വീണ്ടും നമ്മൾ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് 3 DC 3 DC 1 2 3 DC ചെയ്തു. 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. അപ്പോൾ എല്ലാ കോർണറിലും 4 കോർണറാണ് നമുക്ക് ഓരോ റൗണ്ടിലും ഉണ്ടാവുക. ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC 2 ചെയിൻ 3 DC ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. വീണ്ടും നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ സ്പേസിൽ നമ്മൾ 3 DC ആണ് ചെയ്യുന്നത്. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 DC ചെയ്ത് വെച്ച ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അടുത്ത 3 DC ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കോർണറാണ് നമ്മൾ. ഈ അടുത്ത കോർണറിൽ നമ്മൾ 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. 3 DC 2 ചെയിൻ ചെയ്യുക. 2 ചെയിൻ ചെയ്തപ്പോഴും ഓൾറെഡി നമ്മൾ 3 DC ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണർ നമ്മൾ 3 ചെയിനിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4th റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാനി സ്ക്വയറിൻ്റെ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. 4 കോർണറിലും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ചെയിൻ 1 ചെയ്തിട്ട് 3 DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്തു. വീണ്ടും നമ്മൾ ഈ കോർണറിൽ എത്തുമ്പോൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 DC കൂടി ചെയ്ത് കൊടുക്കാം. 1 2 2 DC കൂടി ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലെ കോർണറിൽ 3 DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു സ്പേസ് ഉണ്ടായിട്ടുള്ളത്. താഴെ നമുക്ക് ഒരു സ്പേസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ റൗണ്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് 2 സ്പേസ് ഉണ്ട്. ഈ താഴെ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 DC ചെയ്തു. അപ്പോൾ നമ്മൾ കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ 2 സ്പേസ് ഉണ്ട്. അപ്പം ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. നമുക്ക് ചെയിൻ 1 ചെയ്യാം.
അപ്പോൾ ഇവിടെയും കൂടി ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഇൻക്രീസിങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് 3DC ചെയ്യാം. ചെയിൻ 1 ചെയ്തതിന് ശേഷം 3DC ചെയ്യാം. വൺ ടു 3DC ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ 2 സ്പേസിലും 3DC വീതം ചെയ്തു. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു കോർണർ എത്തിയത്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൻ്റെ കോർണർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് 3DC 2 ചെയിൻ 3DC ആണ് നമ്മളെ കോർണറിൽ നമ്മൾ ചെയ്യുന്നത്. 1 2 3DC. വീണ്ടും നമുക്ക് 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. ടോട്ടൽ നമ്മൾ ഓരോ കോർണറിലും 6DC വീതം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് എഴുതി വെക്കണം. എന്നാലേ നമുക്ക് ഓരോ സ്റ്റേജിലും ഇങ്ങനെ ഓരോ റൗണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ല, നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അടുത്ത റൗണ്ട് എത്തുമ്പോൾ നമ്മളെ കോർണർ മനസ്സിലാവാനാണ് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചത്. അതിനുശേഷം ചെയിൻ 1 ചെയ്യാം. ഇവിടെ 2 സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ 2 സ്പേസിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. വീണ്ടും ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോർണറാണ്. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. കോർണറിൽ നമ്മൾ ചെയ്യുന്നത് 6 ഡബിൾ ക്രോഷ്യ ആണ്. അതിന് ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. അതിനുശേഷം ചെയിൻ 2 ചെയ്യും. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി ഇവിടെ 2 സ്പേസ് ഉണ്ട്. 2 സ്പേസിലും നമുക്ക് 3DC വീതം ചെയ്ത് കൊടുക്കാം. 1 2 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും ഈ ഒരു സ്പേസിൽ 3DC ചെയ്യുക. 1 2 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കോർണറാണ്. ആ കോർണറിൽ ഞാനിവിടെ ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറന്നുപോയി. ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 3DC ചെയ്യാം. 1 2 3DC ചെയ്യുക. 2 ചെയിൻ 1 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3DC ചെയ്ത് കൊടുക്കുക. 1 2 3DC ചെയ്യുക. നമുക്കിവിടെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഓരോ കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെക്കണേ, മറന്നു പോകരുത്. ഞാൻ നേരത്തെ തന്നെ മറന്നുപോയി. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യാം. 1 2 3DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3DC ചെയ്യുക. 1 2 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത 3DC ചെയ്ത ആ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ വീണ്ടും 3DC ചെയ്യുക. 1 2 3DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഓൾറെഡി നമ്മൾ
3DC ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്യുക. 2 ചെയ്തതിന് ശേഷം 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ 4 കോർണറിൽ മാത്രമാണ് നമ്മൾ 3DC 2 ചെയിൻ 3DC ഈ കോർണറിലും ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച 4 കോർണർ മാത്രം 3DC 2 ചെയിൻ 3DC 3DC 2 ചെയിൻ 3DC എന്ന് ചെയ്യുന്നത് ഈ 4 കോർണറിൽ. ബാക്കി എല്ലാ സ്ഥലത്തും ചെയിൻ 1 ചെയ്യുക, ഈ ഒരു സ്പേസിൽ 3DC ചെയ്യുക, വീണ്ടും ചെയിൻ 1 ചെയ്യുക, 3DC ചെയ്യുക. ഈ കോർണറിൽ മാത്രം 3DC 2 ചെയിൻ 3DC. അതൊരു നോട്ട് എഴുതി നിങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ എത്ര മെഷർമെൻറ്റ്, ഇതിപ്പോൾ ടേബിൾ മാറ്റോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് വരെ ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം. നിങ്ങളെ പിന്നെ എടുക്കുന്ന മെഷർമെൻറ്റ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു റൗണ്ട് കൂടി കാണിക്കാം. നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഒരു സ്പേസിൽ വീണ്ടും നമുക്ക് 2 DC കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 3 DC കിട്ടും. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ നമ്മൾ 3 DC ചെയ്യുക. ഈ ഒരു സ്പേസാണ് നമുക്ക് ഓരോ റൗണ്ടിലും ആഡായി വരുന്നത്. അപ്പോഴാണ് ഇൻക്രീസ് ആയി വരുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്ക്വയർ വലിപ്പം മെഷർമെൻറ്റ് കൂടി വരുന്നത്. ഇപ്പോൾ താഴെ നമുക്ക് ഒരു 3 DCൻ്റെ ഒരു സെറ്റാണ് കിട്ടിയത്, പിന്നെ ഒരു കോർണറും. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് അടുത്ത റൗണ്ട് ചെയ്തപ്പോൾ 3 DCൻ്റെ 2 സെറ്റ് കിട്ടി. ഈ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് 3 DCൻ്റെ 3 സെറ്റ് കിട്ടും. ഒരു സെറ്റിൽ ചെയ്തു. ഇത് അതുപോലെ തന്നെ അടുത്ത സെറ്റിൽ 3 DC ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സെറ്റായി. ഓരോ സെറ്റിൻ്റെ നടുവിലും കഴിഞ്ഞിട്ട് ഓരോ ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. അടുത്തത് 3ാമത്തെ സെറ്റ് കിട്ടി. അങ്ങനെ ഈ റൗണ്ട് ആയപ്പോൾ നമുക്ക് 3 സെറ്റായി. അങ്ങനെ ഈ ഒരു ഇതാണ് നമുക്കിങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത്. അപ്പോൾ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് ഒരു സെറ്റും പിന്നെ കോർണറാണ് കിട്ടിയിട്ടുള്ളത്. ഈ റൗണ്ട് വന്നപ്പോൾ 2 സെറ്റും കോർണറും കിട്ടി. ഈ റൗണ്ട് വന്നപ്പോൾ 3 സെറ്റും കോർണറുമാണ് കിട്ടുക. അപ്പോൾ ഒരു കോർണറും കൂടി ചെയ്യാം. അതിൻ്റെ ഇടയിലൊക്കെ ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രം നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക. നമുക്ക് ഈ കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 3 DC 1 2 3 DC ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. കോർണറിൽ മാത്രം 3 DC 2 ചെയിൻ 3 DC, ബാക്കി എല്ലായിടത്തും 3 DC എന്ന് എല്ലാ സ്ഥലത്തും എല്ലാ സ്പേസിലും 3 DC ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാനി സ്ക്വയർ കിട്ടും എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോർണറിൽ 3 DC 2 ചെയിൻ 3 DC ചെയ്തു. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് 4 കോർണറാണ് ഓരോ റൗണ്ടിലും ഉണ്ടാവുക. ആ കോർണറിൽ മാത്രമാണ് നമ്മൾ 3 DC 2 ചെയിൻ 3 DC ചെയ്യുക കേട്ടോ. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ 3 സ്പേസ് ഉണ്ട്. ഈ 3 സ്പേസിലും കോർണർ എത്തുന്നതിന് മുന്നേ നമുക്ക് 1 2 3 സ്പേസ് ഉണ്ട്. ഈ 3 സ്പേസിലും നമുക്ക് 3 DC ചെയ്ത് കൊടുക്കണം. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. 3 DC ചെയ്യുക. 1 2 3 DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. കോർണറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 DC 2 ചെയിൻ 3 DC ആണ് കോർണറിൽ ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്തതിന് ശേഷം കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2
3 ഡി സി ചെയ്തു. ചെയിൻ 2 ചെയ്യുക. സെയിം കോർണറിൽ തന്നെ 3 ഡി സി കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 ഡി സി കൂടി ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. കോർണറിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ഭാഗത്തും നമുക്ക് 3 സ്പേസ് ആണ് കിട്ടുന്നത്. ആ 3 സ്പേസിലും 3 ഡി സിയുടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 2 3 ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത കോർണറിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. ഈ അടുത്ത കോർണറിലത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി കോർണറിൽ വീണ്ടും 3 ഡി സി 2 ചെയിൻ 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി 2 ചെയിൻ 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും 3 ഡി സി ചെയ്യുക. സ്പേസിൽ 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും 3 ഡി സി ചെയ്യുക. ഈ സ്പേസ് അടുത്ത സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡി സി ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്പേസിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡി സി ചെയ്യുക. 1 2 3 ഡി സി ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സ്പേസിലാണ്, ഈ ഒരു സ്പേസിൽ ലാസ്റ്റ് കോർണറാണ്. ഈ ഒരു കോർണറിൽ നമ്മൾ ഓൾറെഡി 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 3 1 2 3 ഡി സി ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ഈ ഒരു ടോപ്പിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. അപ്പോൾ നമുക്കിത് എത്ര വലുപ്പത്തിലോ, ഞാൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റിൻ്റെ വലുപ്പത്തിലോ നമുക്ക് ടേബിൾ മാറ്റിൻ്റെ വലുപ്പത്തിലോ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഈ കറക്റ്റ് ഗ്രാനി സ്ക്വയർ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 3 ഡി സിയുടെ 3 സെറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 4 കോർണർ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. 3 ഡി സി 2 ചെയിൻ 3 ഡി സി അങ്ങനെ 4 സ്ഥലത്ത് ചെയ്തു. പിന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. പിന്നെ നമുക്ക് ഇൻക്രീസിങ് വരുന്നത് 4 കോർണറിലും 3 ഡി സി 2 ചെയിൻ 3 ഡി സി ചെയ്യുക. പിന്നെ ഇൻക്രീസിങ് വരുന്നത് ഇവിടെ ഈ ഒരു റൗണ്ടിൽ 3 ഡി സിൻ്റെ ഒരു സെറ്റാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പോൾ 2 സെറ്റ് കിട്ടി. തേർഡ് റൗണ്ടിലേക്ക് വന്നപ്പോൾ ഈ 3 ഡി സിൻ്റെ 3 സെറ്റ് കിട്ടി. ഇനി അടുത്ത റൗണ്ട് ആകുമ്പോൾ 3 ഡി സിൻ്റെ 4 സെറ്റ് കിട്ടും. പിന്നെ അതിൻ്റെ അടുത്ത റൗണ്ട് ആകുമ്പോൾ 5 സെറ്റ്. അങ്ങനെ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് മറിച്ച് വെച്ചിട്ട് ഒരുപാട് നമ്മൾ ടൈലറിൻ്റെ എടുത്തിട്ടുള്ള യാൺസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം കാണാം. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. അതിനുശേഷം ആ കെട്ടിയതിന് ശേഷം യാൺ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന യാണൊക്കെ നമ്മൾ ബാക്ക് സൈഡിൽ ഹൈഡായി പോവും. അല്ലാതെ നമ്മളിങ്ങനെ വെട്ടി കൊടുത്താൽ, കെട്ടാതെ വെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ അവിടെ ഇങ്ങനെ കാണും, ഊരി പോവുകയൊക്കെ ചെയ്യും. ഇതിങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത യാണും എൻഡിങ്ങിൽ എടുത്ത യാണും ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനിവിടെ 2 വിധത്തിൽ ഗ്രാനി സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഇത് കളേഴ്സ് മാറ്റിയിട്ട് ഓരോ റോയിലും നമ്മളിങ്ങനെ ഓരോ കളറ് മാറ്റിയിട്ട് ഉള്ള ഒരു ഗ്രാനി സ്ക്വയറും, പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരേ കളറിൽ സെയിം പാറ്റേൺ തന്നെ ഒരേ കളറിൽ തന്നെ ചെയ്തിട്ടുള്ള അങ്ങനെ 2 മോഡൽ ആയിട്ടാണ് ഞാനിവിടെ ഗ്രാനി സ്ക്വയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഗ്രാനി സ്ക്വയർ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു സ്ലിംഗ് ബാഗ് ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 2 കളേഴ്സിൽ വെച്ചിട്ട് അല്ല ഒരുപാട് കളർ വെച്ചിട്ട് ഈ റോ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇതിപ്പം ഈ റോയിൽ നമുക്ക് 1 ഇൻക്രീസിങ് ആണുള്ളത്, അടുത്ത റോയിൽ 2 ഇൻക്രീസിങ്, അടുത്ത റോ വന്നപ്പോൾ 3 ഇൻക്രീസിങ്, പിന്നെ അടുത്ത റോ വരുമ്പോൾ 4 ഇൻക്രീസിങ്, പിന്നെ അതുപോലെ എല്ലാ കോർണറിലും 2 ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ 2 ചെയിൻ 3 ഡബിൾ ക്രോഷേ 4 കോർണറിൽ, ബാക്കി എല്ലാ സ്ഥലത്തും 3 ചെയിൻ 3 DC 1 ചെയിൻ 3 DC 1 ചെയിൻ എന്നുള്ള പാറ്റേൺ ഇൻക്രീസ് ആയി വരും. 4 കോർണറിലും അതൊരു മാറ്റമില്ല, 4 കോർണറിലും 3 DC 2 ചെയിൻ 3 DC വരും. മാറ്റം വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു 3 DCയുടെ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ഒറ്റ കളറിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ 2 കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു സ്ലിംഗ് ബാഗ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു സ്ലിംഗ് ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വലിയ വലുപ്പത്തിൽ വേണോ, അല്ലെങ്കിൽ ഒരു ഫോൺ ഇടാനുള്ള ഒരു പേഴ്സ്, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ വേറെ 2 എണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് 4 എണ്ണം വെച്ചിട്ട് ഒരു പേഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗമാണിത്. നല്ല ഭാഗം ഞാനിങ്ങനെ ബാക്കോട്ട് വെച്ചിട്ട് ചീത്ത ഭാഗമാണ് ഈ മുന്നിൽ കാണുന്നത്. ഇത് അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡിൽ ചീത്ത ഭാഗം, ഇത് നല്ല ഭാഗം. അപ്പോൾ ഇത് ചീത്ത ഭാഗവും ഞാൻ ഒന്നിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ഭാഗമുണ്ട്. ഇത് ചീത്ത ഭാഗവും ഇതും അതുപോലെ തന്നെ ചീത്ത ഭാഗവും. ഈ ചീത്ത ഭാഗവും ബാക്ക് സൈഡും ഇങ്ങനെ വെച്ചിട്ട് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബാക്കും ഇവിടെയും ബാക്ക്, 2 ബാക്കാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി ഏതെങ്കിലും ഒരു കോർണർ, ഏത് കോർണറെന്നില്ല, ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്കിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സെയിം കളർ യാൺ വേണമെങ്കിൽ സെയിം കളർ യാൺ എടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി സെയിം കളർ ആകുമ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ വേറെ കളർ യാൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചൊരു ടൈലൻഡ് ഇങ്ങനെ എടുത്ത് അതിന് ശേഷം യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിച്ച് ചെയിൻ 1 ചെയ്ത് കൊടുക്കുകയാണ്. ചെയിൻ 1 ചെയ്യാണ്. ഈ യാണുണ്ടല്ലോ ടൈലൻഡ്, ഈ യാണ് നമുക്കിതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി പിടിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കതാ അടുത്ത ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂവിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതിലും എടുത്തിട്ടുണ്ട്, ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ഇതിലും എടുത്തിട്ടുണ്ട്, ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ഇതിലും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ചെയിനിലും 2 ഗ്രാനി സ്ക്വയറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഗ്രാനി സ്ക്വയറിൻ്റെ ഉള്ളിലൂടെയും ഈ ഹുക്ക് ഇൻസേർട്ട് അയക്കണമെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ഈ ഡബിൾ ക്രോഷേയുടെയും ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷേയുടെയും ടോപ്പിൽ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിലും അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 2 ഭാഗവും ജോയിൻ ആവുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ 3 DC ആണുള്ളത്. ആ 3 DCൻ്റെ മുകളിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു.
പിന്നെ നമുക്കൊരു സ്പേസാണ് വരുന്നത്. ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിങ്ങനെ ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ചെയിനിലും 3 ഡബിൾ ക്രോഷ്യാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഈ 3 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിലും ടോപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ അതുപോലെ ഇവിടെയും ഹുക്ക് ഇൻസേർട്ട് ആയിനോ നോക്കുക. അപ്പോഴാണ് ഇത് ജോയിൻ്റ് ആവുള്ളൂ. ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിലും ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയും വരണം കേട്ടോ. നമുക്കിത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ളത് ഈ ഒരു സ്പേസാണ്. സ്പേസിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്ത 3 എണ്ണത്തിലും 1 2 3. പിന്നെ അടുത്ത സ്പേസാണ്. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും 1 2. ഈ വേറെ കളർ ആണ് എടുത്തത്. നിങ്ങൾക്ക് നല്ലോണം ഈ ചെയ്യുന്ന സ്റ്റിച്ചസ് ഒന്ന് ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ ആണോണ്ട് തന്നെ ചെയ്യാം, കുഴപ്പമില്ല. ഡിഫറെൻറ്റ് കളർ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോർണർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അടുത്ത കോർണർ. ഈ ഒരു കോർണറാണ്. ഈ ഒരു കോർണർ ഇവിടെയും നമുക്ക് കോർണർ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറും ഈ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ 1 2 സെയിം തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാണ്. ഈ ഒരു കോർണറിൽ ഞാൻ 3 എണ്ണം ചെയ്തു. കണ്ടോ, ഈ ഒരു കോർണറിൽ 3 എണ്ണം ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യാനുള്ളത്. ഇതുവരെയുള്ള വർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തു. ഈ കോർണറിൽ 3 എണ്ണം ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ആണുള്ളത്. ഒരു ഭാഗത്ത് കണ്ടോ, ഈ 3 ഡബിൾ ക്രോഷ്യ ആണുള്ളത്. ഈ 3 ഡബിൾ ക്രോഷ്യയിലും ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മറ്റേ ഗ്രാനി സ്ക്വയറും കൂടി ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ സ്പേസാണ്. ഈ സ്പേസിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കുക 2 ഭാഗത്തും ആഡ് ആയിട്ടുണ്ടോയെന്ന്. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ സ്പേസാണ് വരുന്നത്. ഈ സ്പേസിലും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്പേസിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ. 1 2 3. നമ്മൾ ഈ സെയിം കളർ ആണ് തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് വരില്ല. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് സെയിം കളർ ആണ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സെയിം കളർ ആണ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 1 2 3 ചെയ്തപ്പോൾ നമ്മൾ അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. അടുത്ത കോർണർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ കോർണറും ഈ ഒരു ഭാഗത്തെ കോർണറും ഈ രണ്ടും കൂടിയും നമ്മൾ ഈ കോർണറിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോർണറിലും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2
3. ഈ കോർണറിലും നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, ഈ കോർണറിലും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ അടിഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതുവരെ ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 മൂന്നെണ്ണത്തിലും ഓരോന്ന് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു സ്പേസാണ് വരുന്നത്, ആ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ഭാഗത്തും ഗാനി സ്ക്വയറും ജോയിൻ ആവുന്നുണ്ടോന്ന് കേട്ടോ. ഇനി വീണ്ടും 1 2 3 സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ നമുക്ക് ആ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് എത്ര വലിപ്പത്തിലുള്ള ഇത് പിന്നെ ബാഗോ വേണമെങ്കിലും സ്ലിംഗ് ബാഗ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പം നിങ്ങൾക്കൊരു മോഡലിന് വേണ്ടി ഒരു ചെറിയ സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ വലുപ്പത്തിൽ വലിയ സൈസുള്ള ബാഗോ സ്കൂൾ ബാഗോ അതുപോലെ ടോൾഡർ ബാഗോ ഒക്കെ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബാഗാണിത്, ഗ്രാനി സ്ക്വയർ വെച്ചിട്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് യാൺസൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ റോയിലും ഓരോ കളേഴ്സ് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ഈ ലുക്ക് വരുന്നത്. നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അതാ ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കളേഴ്സ് വെച്ചിട്ടുള്ള ഭാഗം ഇങ്ങനെയാണ്, കളേഴ്സ് ഇല്ലാതെ ഉള്ള ഭാഗവും ജോയിൻ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെയിം കളർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കളർ ഓരോരു കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ കളർ തന്നെ ഈ ഒരു ജോയിൻ ചെയ്യാനും യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ ഒരുപാട് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ വേറെ കളറുള്ള യാൺ എടുത്തിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ സ്ലിങ് ചെയ്ത് കൊടുക്കാം. സ്ലിങ് ചെയ്തതിനിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 1 2 3 3 ഭാഗവും ഫില്ലായിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇടാനുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 കൗണ്ട് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്ര ഇറക്കത്തിലാണോ ഈ ഒരു സ്ലിംഗ് ബാഗിൻ്റെ കയറ് നിങ്ങൾക്ക് എത്ര ഇറക്കത്തിലാണോ വേണ്ടത്, അപ്പോൾ നിങ്ങൾ ഷോൾഡർ ടു എത്ര വരെയാണോ വേണ്ടത്, അര വരെ ആണെങ്കിൽ അര വരെയുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കുക. മെഷർമെൻറ്റ് ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ ഒരു 20 ഇഞ്ച്, 10 ഇഞ്ചാണെങ്കിൽ ഒരു 15 ഇഞ്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കിങ്ങനെ ഷോൾഡർ ഇങ്ങനെ വരുന്നല്ലോ, ഈ ഒരു ഷേപ്പിലാണല്ലോ നമുക്ക് സ്ലിംഗ് ബാഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഈ ഒരു മെഷർമെൻറ്റാണ് 10 ഇഞ്ച് ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ 10 ഇഞ്ച് ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ 20 ഇഞ്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 20 ഇഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. നമുക്കൊരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലിങ്ങിൻ്റെ പിന്നെ കോഡ് നിങ്ങൾക്ക് എത്ര കയറ് നിങ്ങൾക്ക് എത്ര വലുപ്പം അല്ലെങ്കിൽ എത്ര വീതി വേണം ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചോയ്സിന്. ചിലവർ നല്ല ഇറക്കത്തിൽ സ്ലിംഗ് ബാഗ് ഇടും, ചിലവർ പിന്നെ ഇങ്ങനെ ഒരു ഷോൾഡർ ടൈപ്പ് ഇടുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് എത്ര ആണോ വേണ്ടത് അത്ര നിങ്ങളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിങ്ങനെ മെഷർമെൻ്റ് എടുത്ത് വെക്കുക. ഞാൻ ഏകദേശം എനിക്കിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാനാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെയിൻ സ്റ്റിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടിയും.
ഈ ഭാഗത്താണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക്, അപ്പോൾ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് കറക്റ്റ് ആണോ നോക്കണേ, തിരിയാതെ ചെയിൻ സ്റ്റിച്ച് കറക്റ്റ് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്ലിങ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് മതി, ഈ ഒരു ഇത്ര വീതി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. അതല്ല കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലും വീതി വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിലും വീതി വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആകുമ്പോൾ ചെയിൻ 1 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷേ ആണെങ്കിൽ ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. DC ആണെങ്കിൽ ചെയിൻ 3 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്ലിങ്ങിന് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ സിംഗിൾ ക്രോഷേ ആണോ ഹാഫ് ഡബിൾ ക്രോഷേ ആണോ DC ആണോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്താൽ മതി, സ്റ്റിച്ച് മാറുന്നുള്ളൂ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റിച്ചസ് മാറ്റി കൊടുക്കാം കേട്ടോ. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആകുമ്പോൾ നമുക്കത് ഈ ഒരു വിടുത്തേ കിട്ടുള്ളൂ. നമ്മൾ സ്ലിംഗ് ബാഗൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വിടുത്ത് മതി. പിന്നെ അതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഈ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത്, സിംഗിൾ ക്രോഷേ ആണെങ്കിൽ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക, ഹാഫ് DC ആണെങ്കിൽ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. ഈ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലിംഗ് ബാഗാണിത്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. നമുക്ക്
ലാസ്റ്റ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക. യാൺ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം യാൺ എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു യാണ് നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് സെക്യൂർ ആയിട്ട് നല്ല കട്ടിയിൽ കട്ട് ചെയ്താലും നമുക്കത് ഊരി പോവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം യാൺ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ സൂചി ഉപയോഗിച്ചിട്ട് തുന്നി കൊടുത്താലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചെയിൻ 1 ഇട്ടിട്ട് യാൺ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിവിടെ നല്ല റെഡിയിൽ കിട്ടും. ബാക്കി വരുന്ന യാൺ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. അപ്പോൾ വളരെ ക്യൂട്ടായിട്ടും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്ലിംഗ് ബാഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് യാൺ ഇങ്ങനെ ബാലൻസ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാതെ നമുക്ക് ഇതുപോലെ ഒരു ചെയിൻ 1 ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം യാൺ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നൂല് ഊരി പോവില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ യാൺ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നൂല് ഊരി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ യാൺ കട്ട് ചെയ്താലും കുഴപ്പമില്ല, അത് ഇവിടെ ഊരി പോവില്ല. അവിടെ നമ്മൾ കെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ നമ്മൾ ഒരു കളർ യാൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ജോയിൻ ചെയ്യുന്നത് ഈ ഒരു കളർ വെച്ച് തന്നെ ചെയ്യണം. അതുമാതിരി സ്ലിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന കളർ ഇത് തന്നെ യൂസ് ചെയ്യുക. അല്ല നമ്മൾ ഒരുപാട് കളേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഈ കളർ നമുക്കിതിൽ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ഈ ഒരു സെയിം പാറ്റേൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കിവിടെ ഒരു ബട്ടൺസ് ഒക്കെ അറ്റാച്ച് ചെയ്യുക. അതല്ല, ബട്ടൺസ് അല്ല വേണ്ടത്, നമുക്ക് ബട്ടൺസ് വേണമെങ്കിൽ നമുക്കിതുപോലെ ഇതിൻ്റെ സെൻറ്ററിലാക്കി നോക്കിയിട്ട് ഒരു 1 2 3 4 5 ഒരു 5 ബട്ടൺ, ഒരു 5 6 7 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുക. നമ്മളെ കയ്യിലുള്ള ബട്ടണ് എത്ര വലുപ്പമാണോ ഉള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ബാക്ക് സൈഡിലാണ് ഞാൻ ബട്ടൻ്റെ ഇത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇത് കാണിച്ചു തരാം. ഏത് ഭാഗമാണോ ഫ്രണ്ട് ആക്കുന്നത് ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ സെൻറ്ററിലേക്ക് നോക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഇങ്ങനെ എടുത്തിട്ട് 1 2 3 4 5 6 7 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഹുക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് ബട്ടൺ ഇവിടെ വെച്ച് നോക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി സ്റ്റിച്ച് വേണം. ഞാനൊരു 3 സ്റ്റിച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബട്ടൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു 9 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് യാൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. യാൺ കട്ട് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് ഈ യാൺ ഉണ്ടല്ലോ, ഈ മുന്നിലുള്ള യാൺ രണ്ടും നമുക്ക്, ഇതിപ്പോൾ നിങ്ങൾ ഈ സെയിം കളർ യാൺ തന്നെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ കളർ യാൺ മറ്റേ വെറൈറ്റി കളർ യാൺ വെച്ചത് നിങ്ങൾക്ക് കാണാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കളർ യാൺ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് നോട്ടിട്ട് കൊടുക്കാം. സെയിം കളർ ആകുമ്പോൾ അത് നമുക്ക് കാണൂല. അതിങ്ങനെ മറ്റേ കളർ വേറെ കളർ യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ കെട്ടൊക്കെ നമുക്കിങ്ങനെ കാണുന്നത്.
അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെയിം കളർ യാൺ വെച്ചിട്ട് തന്നെ ചെയ്യുക. കുറച്ച് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ യാൺ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ നമ്മളെ ബട്ടന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നമുക്കിവിടെ തുന്നി കൊടുക്കാം. ഇപ്പോൾ ബട്ടണല്ല വെക്കേണ്ടത്. നിങ്ങൾക്ക് മണി പേഴ്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ച് ലൈനിങ്ങുമ്മൽ സിബ് വെച്ചിട്ട് അടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഇതിമേലേക്ക് ആ ഒരു ലൈനിങ് തുന്നി കൊടുത്താലും നമുക്ക് ഒന്നും കൂടിയും സെക്യൂറായിട്ട് കിട്ടും. ഇതിപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മണി കോയിനൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഇതിപ്പം അല്ലാത്തതൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ലൈനിങ് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ലൈനിങ്ങിൽ സിബൊക്കെ വെച്ചാൽ നിങ്ങൾക്കിത് മണി പേഴ്സായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബട്ടൺ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ഒരു കൊളുത്ത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ കണ്ടോ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സും ബാഗും മണി പേഴ്സോ മണി ബാഗോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഏതെങ്കിലും വീഡിയോസൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.